അലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുക. വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊന്നും വലിയ കാര്യമില്ലാത്തതുകൊണ്ട് ചായക്കടിയായാലും ചോറായാലും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാറ്. അന്ന് കാലത്തൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ പിന്നെ വിചാരിച്ച് ഹോട്ടലിൽ പോയിട്ട് തന്നെ കഴിക്കാം. ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട കഴിക്കാൻ പോയതാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇഡ്ഡലി വന്നപ്പോൾ ഇഡ്ഡലി കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ പിന്നെ മേഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഈത്തപ്പഴം കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു. അത് കൊണ്ടുകൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഈത്തപ്പഴം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ബാക്കിൽ കൊണ്ടുവെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ റൂമിലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇത്ര വലിയ ചീനൊന്നും വരാറില്ല. നമുക്ക് മെല്ലല്ലേ വരാറ്. മെല്ലെ ചെറിയ കാസറോൾ പോലത്തെ ഇതിൽ വരാറ്. അപ്പം എല്ലാം നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത കാരണം കുറച്ച് അപ്പുറത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് മെല്ലയിലൊക്കെ ജിബിച്ച് അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ പിന്നെ ചായ കുടിക്കാൻ പോയി. ചായ പിന്നെ മസ്റ്റാണല്ലോ. പിന്നെ ഞാനും ജിബീഷും കൃഷ്ണേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ചായ കുടി കഴിഞ്ഞ് നേരെ പോയത് മറ്റേ കറാമ സെൻട്രേക്കാ. ജിബീഷിന് എന്തോ ട്രിമ്മർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കറാമ സെൻറ്ററിലാകുമ്പോൾ റേറ്റ് കുറവും കിട്ടും ചെയ്യും, കുഴപ്പമില്ലാത്ത സാധനം ഉണ്ടാവും. അങ്ങനെ ട്രിമ്മർ എടുത്ത് തന്നെ വൈകി ഞങ്ങളൊരു ലിറ്റർ പാലും വാങ്ങി 4 ലഡുവും വാങ്ങി ഒരു പായസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ട് പായസം മറ്റേ ലഡു കൊണ്ട് പായസം ഉണ്ടാക്കുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം റെഡി ആയിരുന്നില്ല. പായസം ഉണ്ടാക്കി അവിടെ വെച്ച് അപ്പോൾ ഇതിന് ചോറ് കഴിക്കാൻ ടൈമായി. ഉച്ചക്കലത്തെ ചോറുണ്ടായിരുന്നു, അതും കഴിച്ച്. പിന്നെ ചോറ് കഴിക്കൽ കഴിഞ്ഞാൽ മധുരം നിർബന്ധമാണല്ലോ. അപ്പോൾ ഉണ്ടാക്കിയ പായസവും കുടിച്ച് അവിടെ ഇരുന്ന് കുറച്ച് നേരം. സംഭവം കുഴപ്പമൊന്നുമില്ല, എന്നാലും പോരാ, റെഡിയായില്ല. ബിജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജുവേട്ടനും കുറച്ച് കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ ഏതാണ്ടൊക്കെ തീരുമാനമാക്കണം പായസത്തോട് കൂടിയിട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കല്ലേ.